നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ മാറ്റുലി 90.4. കേൾക്കൂ, ആസ്വദിക്കൂ, അറിവ് നേടൂ. റേഡിയോ മാറ്റുലി, മാറ്റത്തിന്റെ ശംഖുലി. ഓടത്തുടങ്ക നമ്മ യാത്ര. കാളൻ മെമ്മോറിയൽ സ്റ്റഡി സെന്റർ ഫോർ ട്രൈബൽ അഡ്വാൻസ്മെന്റ് ആൻഡ് കമ്മ്യൂണിറ്റി എൻഗേജ്മെന്റ് പ്രോഗ്രാമിന്റെ ഭാഗമായി പണിയ ഭാഷയിലെ വാക്കുകൾ ഉൾപ്പെടുന്ന ഡിക്ഷണറി തയ്യാറാക്കുന്നതിന് നേതൃത്വം നൽകുന്ന അധ്യാപകൻ ഗിരീഷ് കുമാറുമായി പ്രജിഷ രാജേഷ് നടത്തിയ അഭിമുഖത്തിന്റെ അവസാന ഭാഗം. അപ്പോൾ സാർ നേരത്തെ നിഘണ്ടു നിർമ്മാണത്തെ പറ്റി പറഞ്ഞല്ലോ. അപ്പോൾ ഈ നിഘണ്ടു ഈ പുതിയ തലമുറയിലുള്ള പണിയ വിദ്യാർത്ഥികൾക്ക് അല്ലെങ്കിൽ പണിയ വിഭാഗത്തിൽപ്പെട്ട കുട്ടികൾക്ക് ഉപകാരപ്രദമാകുമോ? അതിനെക്കുറിച്ച് എന്താണ് പറയാൻ? ഈ മനുഷ്യൻ ചിന്തിക്കുന്നത് ഒരുപാട് തിയറികളുണ്ട്. ഞാൻ വിചാരിക്കുന്ന വാക്കുകൾ കൊണ്ടാണ്. ഈ വാക്കുകൾ കൊണ്ട് ചിന്തിക്കുമ്പോൾ ഇപ്പോൾ ഒരു പണിയ വിഭാഗത്തിൽ കുട്ടിക്കാലം മുതൽ അച്ഛൻ്റെയും അമ്മയുടെയും ഭാഷ മനസ്സിലാക്കി അത് വെച്ചുള്ള വ്യവഹാരങ്ങളാണ് കുട്ടി നടത്തുന്നത് മാനസികമായിട്ട്. അപ്പം മുന്നോട്ട് വരുമ്പോൾ എന്നെ സംബന്ധിച്ച് ഞാൻ മലയാളം മീഡിയത്തിലൊക്കെ പഠിച്ച് കോളേജിലേക്ക് വന്നപ്പോൾ ഇംഗ്ലീഷായി മാറി. നമ്മളെ സംബന്ധിച്ച് ഇംഗ്ലീഷിൽ ചിന്തിച്ചു തുടങ്ങണം. ആ വാക്കുകൾ മനസ്സിനകത്ത് രൂപപ്പെടുത്തി മറ്റുള്ള വാക്കുകളുമായിട്ട് ചേർത്ത് സെൻറ്റൻസസ് കൺസ്ട്രക്ട് ചെയ്യണം. നമ്മുടെ ഫിസിക്സ് ലാബിൽ എക്സ്പെരിമെൻ്റ് ചെയ്ത ശേഷം അത് പേപ്പറിലേക്ക് പകർത്തണം. അപ്പം ഈ ഒരു പ്രോസസ്സ് തലയ്ക്കകത്ത് നടക്കണം. അപ്പോൾ പണിയ വിദ്യാർത്ഥികൾക്ക് നമ്മുടെ ഡിക്ഷണറിയിൽ പ്രധാനമായിട്ടും ഇംഗ്ലീഷും മലയാളവും പണിയ വാക്കുകളുമായിട്ടുള്ള എങ്ങനെയാണ് അത് ചേർക്കാൻ കഴിയുന്നത്, എന്താണ് അതിൻ്റെ അർത്ഥം, ഇതിനെക്കുറിച്ച് വളരെ വ്യക്തമാക്കുന്നതാണ് ഇത് തമ്മിലുള്ള. കൂടാതെ നമ്മൾ ഇതല്ല പ്രധാനപ്പെട്ട ഉദ്ദേശം, മോഡേൺ ടെക്നോളജി എങ്ങനെയാണ് ഈ കുട്ടികളിൽ എത്തിക്കുന്നത്, അവനെ ചിന്തിക്കാൻ എങ്ങനെയാണ്, എപ്പോഴും ഒരു കോഗ്നിറ്റീവ് പ്രോസസ്സ് തലയ്ക്കകത്തുണ്ടല്ലോ, അത് എങ്ങനെയാണ് അവനെ കൊണ്ട് ചിന്തിപ്പിക്കാൻ കഴിയുന്നത്, അതാണ് പ്രധാനമായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇപ്പോഴ് പണിയ ഒരു ഭാഷയിൽ നോക്കിക്കഴിഞ്ഞാൽ മോഡേൺ ടെക്നോളജി വേർഡ്സ് ഒന്നും അതിൻ്റെ അകത്തേക്ക് വന്നിട്ടില്ല. മലയാളത്തിലാണെങ്കിൽ കുറച്ചൊക്കെ വേർഡ്സ് ഉണ്ട്, പക്ഷെ നമ്മൾ കൂടുതൽ ഇംഗ്ലീഷാണ് യൂസ് ചെയ്യുന്നത് അല്ലേ. മൊബൈൽ ഫോണിൻ്റെ കാര്യം സ്മാർട്ട് ഫോൺ എന്ന് പറയുന്നു അല്ലേ. അതുപോലെ തന്നെ മൊബൈൽ ഫോണുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ വേർഡുകളും ഇംഗ്ലീഷ് വേർഡുകളാണ് ഉപയോഗിക്കുന്നത്. അത് ആ വേർഡും നമ്മൾ മനസ്സിലാക്കുന്നതും തമ്മിൽ ഒരു ബന്ധം എപ്പോഴും പ്രവർത്തനം നമ്മുടെ മസ്തിഷ്കത്തിൻ്റെ ഉള്ളിലുണ്ട്. അത് കുറച്ചും കൂടെ സുഗമമാക്കുക എന്നുള്ളതാണെന്നാണ്. അപ്പം അത് സുഗമമാകും എന്ന് തന്നെയാണ് എൻ്റെ ഒരു വിശ്വാസം. ഈ വേർഡുകളുടെ അർത്ഥവും അത് തമ്മിലുള്ള ബന്ധവും പഠിക്കുകയാണെങ്കിൽ അതിങ്ങനെ നല്ല ഡിക്ഷണറി പോലെയുള്ള ബുക്കുകളിലൂടെ ഡിക്ഷണറി പോലെയുള്ള പ്രസൻറ്റേഷൻസിലൂടെയാണ് കൂടുതലും മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇപ്പോഴേ ഒരുപാട് ടൂൾസ് ഉണ്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ട്. പക്ഷേ ഡിക്ഷണറി കുട്ടികളെ മാത്രമല്ല, നിങ്ങൾക്കറിയാം ഈ കുട്ടികൾക്ക് മുമ്പുള്ളൊരു തലമുറ ഇതുമായിട്ട് യാതൊരു ബന്ധവുമില്ല. അവരെങ്ങനെ ഇത് പഠിച്ചെടുക്കും? ഈ പുതിയ ടെക്നോളജി എങ്ങനെ മനസ്സിലാക്കും? പ്രയാസമാണ്, ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതിനൊരു പാലം പണിയുക എന്നുള്ള ഒരു ബ്രിഡ്ജ് ഉണ്ടാക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ അടിസ്ഥാനപരമായ ലക്ഷ്യം. എത്രമാത്രം ഇത് ലക്ഷ്യത്തിലേക്ക് എത്തുമെന്നറിയില്ല. എന്തായാലും നമ്മളെ സംബന്ധിച്ച് ഈ അന്യം നിന്ന് പോകുന്ന റെക്കോർഡ് ചെയ്യാത്ത ലിപിയില്ലാത്ത ഭാഷ അറ്റ്ലീസ്റ്റ് റെക്കോർഡ് ചെയ്യാനെങ്കിലും പറ്റും അവരെ കൊണ്ട് തന്നെ. ഇപ്പൊ സാറ് പല കോളേജുകളിലും പല വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും ഒക്കെ പഠിപ്പിച്ചു. ഇപ്പൊ ഈ കാളൻ മെമ്മോറിയൽ കോളേജ് എന്ന് പറയുമ്പോൾ വയനാട്ടിലെ ഗോത്രവർഗ്ഗക്കാരുടെ ഒരു ശാക്തീകരണം കൂടി ഉദ്ദേശിച്ചാണല്ലോ ഈ കോളേജ് പ്രവർത്തിക്കുന്നത്. അതേക്കുറിച്ച് സാറിന് എന്താണ് പറയാനുള്ളത്? ഈ കാളൻ കോളേജിന്റെ ഒരു പ്രത്യേകത 80% സീറ്റ് പട്ടികജാതി പട്ടികവർഗ വിദ്യാർത്ഥികൾക്കായി മാറ്റിവെച്ചിരിക്കുന്നു. കൂടാതെ ഗവൺമെൻറ്റിൻ്റെ പല വിധത്തിലുള്ള സപ്പോർട്ടും കോളേജിനുണ്ട്. ഈ കോളേജിൽ നമ്മുടെ അടിസ്ഥാനപരമായി കമ്പ്യൂട്ടർ സയൻസും കുറച്ച് ഹ്യൂമാനിറ്റീസ് കോഴ്സുകളാണ് ഉള്ളത്. എൻ്റെ അത് കൊമേഴ്സ് ഉണ്ട്. ഇനിയും BSW ബാച്ചിലർ ഓഫ് സോഷ്യൽ വർക്ക് എന്ന് പറയുന്ന കോഴ്സ് വരുന്നു. ഇനിയും ഭാവിയിൽ മറ്റ് ഹ്യൂമാനിറ്റീസ് കോഴ്സുകൾ കൂടെ വരുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. കാരണം ഞാനൊരു ഷോർട്ട് ഡ്യൂറേഷനിലാണ് ഇവിടെ വർക്ക് ചെയ്തത്. അപ്പോൾ ഇങ്ങനെയുള്ള കോളേജുകൾ തീർച്ചയായിട്ടും ഇങ്ങനെ ഈ അരികവൽക്കരിക്കപ്പെട്ട ഒരു സമൂഹത്തിന് തീർച്ചയായിട്ടും അവരുടെ ഒരു പ്രതീക്ഷയാണ് ഈ കോളേജ്. കാരണം അവർക്ക് ഈ കോളേജുകളിൽ വന്ന് പഠിക്കാനും സ്വന്തമായിട്ട് എക്സ്പ്രസ് ചെയ്യാനും, ഇപ്പം വേറെ ഒരു മെയിൻ സ്ട്രീമിൽ നിൽക്കുന്ന കോളേജിൽ പോയി കഴിഞ്ഞാൽ ഇത്രമാത്രം എക്സ്പ്രസ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒരു ഉദാഹരണം പറയാം, ഞാൻ കുട്ടിക്കാലത്ത് സ്കൂളിൽ പഠിക്കുമ്പോൾ എൻ്റെ ക്ലാസ്സിൽ കുറച്ച് നല്ല സാമ്പത്തികമുള്ള ഒരു ഗ്രൂപ്പുണ്ട്. അവർ എപ്പോഴും സ്കൂളിൻ്റെ ഒരു മൂലയ്ക്കാണ് ഇരിക്കുന്നത്. അവർ അന്നത്തെ ഏറ്റവും വലിയ ആകർഷകമായ ഡ്രസ്സ്, അന്ന് എനിക്ക് ഷൂ നോർത്ത് സ്റ്റാർ ആണെന്ന് തോന്നുന്നു, അതൊക്കെ അണിഞ്ഞുകൊണ്ട് വരും. നമുക്കൊന്നും അതില്ല.
അപ്പോൾ എപ്പോഴും ഒരു അകൽച്ചയുണ്ട്. ഇങ്ങനെ ഒരു ടീം അവർ തമ്മിൽ അവർ കഴിക്കുന്ന ഭക്ഷണം വേറെയാണ്, അവരുടെ ജീവിത രീതി വേറെയാണ്. അപ്പോൾ അവർ തമ്മിൽ ഒരു ഗ്രൂപ്പ് അവിടെ ഉണ്ടാകുന്നു, വേറൊരു ഗ്രൂപ്പും പിന്നെ അതിനെ തുടർന്ന് വേറൊരു ഗ്രൂപ്പ് ഇപ്പുറത്തുണ്ടാകുന്നു. അപ്പോൾ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ മറ്റു കോളേജുകളിൽ പോയി കഴിഞ്ഞ്, മെയിൻ സ്ട്രീം കോളേജുകളിൽ പോയി കഴിഞ്ഞാൽ, ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പോയി കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അത് എപ്പോഴും ഉണ്ടാകണമെന്നില്ല. അതെനിക്ക് നന്നായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട്. ഇങ്ങനെയുള്ള കുട്ടികൾ വരുമ്പോൾ അവരൊരു മൂലയ്ക്കിരിക്കുന്നു, മെയിൻ സ്ട്രീമുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ഒരുപാട് കാര്യങ്ങൾ, ഡ്രസ്സുണ്ട്, വസ്ത്രം, ഭക്ഷണം, അവരുടെ പിന്നെ ട്രേഡ്, ദിവസവുമുള്ള അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള കൊടുക്കൽ വാങ്ങൽ, ഇതെല്ലാം ഇതിൻ്റെ ഒരു ഭാഗമാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു പ്രശ്നം അഡ്രസ്സ് ചെയ്യാൻ ഇങ്ങനെയുള്ള കോളേജുകൾക്ക് കഴിയും. തുടർന്ന് അവർ മെയിൻ സ്ട്രീമിലേക്ക് എത്തുകയും ചെയ്യും. അത് നമുക്ക് ഒരുപാട് ഉദാഹരണങ്ങളുണ്ടല്ലോ. സമൂഹത്തിൻ്റെ പൊതുധാരയിലെത്തിയ ഒരുപാട് ഇങ്ങനെയുള്ള വിഭാഗങ്ങളിലെത്തി ഒരുപാട് ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട്, വളരെ കോൺഫിഡൻ്റ് ആയിട്ടുള്ള. ഇപ്പോൾ തന്നെ പല വിദ്യാർത്ഥികളും ജില്ലാ തലത്തിലും സംസ്ഥാന തലത്തിലൊക്കെ പിന്നെ പല ഇവൻറ്റ്സിലും പല കോമ്പറ്റീഷൻസിലൊക്കെ സമ്മാനം വാങ്ങി വന്നിട്ടുണ്ട്. അവരുടെ കോൺഫിഡൻസാണ്. ആ കോൺഫിഡൻസ് നമ്മൾ തുടക്കത്തിൽ അത് ഇല്ലാതാക്കുക എന്ന് പറഞ്ഞാൽ അവന് വളർച്ചയില്ല എന്നുള്ളതാണ്. തീർച്ചയായിട്ടും അതിനൊരു അവസരം അവർക്ക് കിട്ടും. സാറിപ്പോൾ ഈ നിഘണ്ടു നിർമ്മാണം പോലുള്ള ഗവേഷണ പദ്ധതികളുമായിട്ട് മുന്നോട്ട് പോകാനാണോ സാറിൻ്റെ ഒരു തീരുമാനം എന്നുകൂടി പറയാമോ? 4 പേറ്റൻറ്റുകൾ സാറിന് ലഭിച്ചിട്ടുണ്ട് എന്ന് അറിയാൻ കഴിഞ്ഞു. അതേ കുറച്ചുകൂടി ഒന്ന് പറയാം. ഞാൻ മലേഷ്യയിൽ വർക്ക് ചെയ്യുമ്പോൾ എയിംസ് യൂണിവേഴ്സിറ്റിയിൽ എനിക്ക് 5-6 പ്രോജക്ട്സ് ഉണ്ടായിരുന്നു. ബേസിക്കലി എൻ്റെ ഒരു ഇന്നോവേഷനാണ് എൻ്റെ ഒരു വലിയൊരു സ്വപ്നം. അപ്പോൾ അവിടെ ഒരുപാട് മെഡിസിനെ അടിസ്ഥാനമാക്കിയുള്ള ഒരു യൂണിവേഴ്സിറ്റി ആയിരുന്നു. അവിടെ ദന്തൽ വിഭാഗമുണ്ട്, അതേപോലെ തന്നെ മെഡിക്കൽ വിഭാഗം, ഫിസിയോതെറാപ്പി, അങ്ങനെയുള്ള പല ഡിപ്പാർട്ട്മെൻറ്റ്സും ഉണ്ട്. ഈ ഡിപ്പാർട്ട്മെൻറ്റ്സുമായിട്ട് സഹകരിച്ച് പല പ്രോജക്ട്സും എനിക്ക് ചെയ്തു കൊടുക്കാൻ അന്ന് കഴിഞ്ഞിരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് കുറച്ച് പ്രോജക്ട്സ് പേറ്റൻറ്റ് ചെയ്യാനും കഴിഞ്ഞു. 4 പ്രോജക്ട്സാണ് പേറ്റൻറ്റ് ചെയ്യാൻ കഴിഞ്ഞത്. ഒന്ന്, അന്ന് ആ ഭാഗത്ത് ഡെങ്കി പനി വളരെ വ്യാപകമായിരുന്നു. അപ്പോൾ ഈ ഡെങ്കി മലേഷ്യയിൽ അവിടെ ഡെങ്കി വ്യാപകമാകുമ്പോൾ ഗവൺമെൻറ് ചെയ്യുന്നത് സെലക്റ്റീവ് ഫോഗിങ് ആണ്. കേട്ടിട്ടുണ്ടോ ഫോഗിങ് എന്ന്? ഫോഗിങ് എന്ന് പറഞ്ഞാൽ ഈ ഡീസലും വേറെ ഒരു ചെറിയ കെമിക്കലുണ്ട്, അതും കൂടെ മിക്സ് ചെയ്ത് ഇത് കത്തിച്ച് അതിൻ്റെ പുക എല്ലായിടത്തും സ്പ്രേ ചെയ്യും. അങ്ങനെയാണ്. അപ്പോൾ അങ്ങനെ കൊതുകിനെ കൊല്ലും, അല്ലെങ്കിൽ കൊതുക് അവിടെ നിന്ന് മാറിപ്പോവും. എപ്പോഴും ഈ കൊതുക് കാരണം വെള്ളക്കെട്ടാണ്. അപ്പോൾ ഈ സെലക്റ്റീവ് ഫോഗിങ്, അപ്പോൾ ഡെങ്കി പനി വന്ന് കുറേ പേർക്ക് ഡെങ്കിപ്പനി വന്ന് 2-3 പേരൊക്കെ മരിച്ചു കഴിഞ്ഞ ശേഷമേ ഈ ഫോഗിങ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ എങ്ങനെയാണ് കൊതുകിൻ്റെ വളരെ ഫാസ്റ്റായിട്ടുള്ള ഗ്രോത്ത് നമുക്ക് എങ്ങനെ ഡിറ്റക്റ്റ് ചെയ്യാൻ കഴിയും? അതിനു വേണ്ടി ഒരു ഡിവൈസ് ഞങ്ങൾ അന്ന് ഡിസൈൻ ചെയ്തു. അത് സെലക്റ്റീവായിട്ട് ചില വെള്ളം കിട്ടുന്ന സ്ഥലങ്ങളിലൊക്കെ, മൊബൈൽ ഫോൺ പോലെയുള്ളൊരു ഡിവൈസാണ്. അന്ന് അത്ര അവൈലബിൾ അല്ല, 2012 അതവിടെ പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ അത് പീരിയോഡിക്കലായിട്ട് ഫോട്ടോയും കൊതുകിൻ്റെ വിങ് ബീറ്റ് എന്ന് പറയും, കൊതുക് പറക്കുന്ന ശബ്ദമുണ്ടല്ലോ, അത് വെച്ചിട്ട് നമുക്ക് ഫീമെയിലിനെയും മെയിലിനെയും സ്പീഷീസിനെയൊക്കെ ഐഡൻറ്റിഫൈ ചെയ്യാം. അങ്ങനെ അതിൻ്റെ ശബ്ദം ക്യാപ്ചർ ചെയ്യും, ശബ്ദവും വീഡിയോയും. അത് ഒരു നമ്മുടെ ലബോറട്ടറിയിലേക്ക് അയക്കുകയും അവിടെ അത് വിശകലനം ചെയ്ത് മെഷീൻ ലേണിംഗ് ഉപയോഗിച്ചിട്ട് വിശകലനം ചെയ്ത് കൊതുകിൻ്റെ വളർച്ചയുടെ തോത് നമുക്ക് നിർണ്ണയിക്കാൻ കഴിയും. അതനുസരിച്ച് ഗവൺമെൻറ് ഫോഗ് ചെയ്യാൻ കഴിയും. അപ്പോൾ അങ്ങനെ ഒരു ഡിവൈസാണ് അന്ന്. അതിനൊരു പേറ്റൻറ്റ് ലഭിച്ചു. പിന്നെ ദന്തിസ്ട്രിയായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ബാക്കി പ്രോജക്ട്സൊക്കെ. ദന്തിസ്ട്രിയിൽ നിങ്ങൾക്കറിയാമല്ലോ, ഈ മുഖം പിന്നെ ഈ പ്രായമായി കഴിഞ്ഞാൽ പല്ലൊക്കെ എടുത്ത് കളയും അല്ലേ. അതിനുശേഷം തിരിച്ച് പല്ല് വയ്ക്കുമ്പോൾ ഡോക്ടറിന് കൃത്യമായിട്ട് മെഷർ ചെയ്യാൻ ഇപ്പോഴും ഒരു എക്യുപ്മെൻ്റ് ഇല്ല, ഏത് ലെവലിലാണ് ഇത് റെസ്റ്റോർ ചെയ്യേണ്ടത്. അപ്പോൾ അതിനുവേണ്ടി ഒരു മെഷറിങ് ഡിവൈസ്, അത് മുഴുവൻ സക്സസ്ഫുൾ അല്ല, എന്നാലും ഒരു പരിധിവരെ അതിൻ്റെ ഒരാളുടെ മുഖം തിരിച്ച് റെസ്റ്റോർ ചെയ്യാൻ വേണ്ടി അത് ഉപയോഗിക്കാൻ കഴിയും. അപ്പോൾ ദന്തിസ്ട്രിയിലുള്ള 2-3 പ്രോജക്ട്സ് ആയിരുന്നു പിന്നീടുള്ള പേറ്റൻറ്റ്. പക്ഷെ അത് രസകരമായിട്ടുള്ളവരാണ്. അവർ അത് ഒരു ഡോക്ടർ ഒരു പേഷ്യൻറ്റിനെ കിട്ടിയാൽ അയാളുടെ മുഖം എങ്ങനെയാണ് അയാൾ അസസ് ചെയ്യുന്നതെന്ന് ഈ പ്രോജക്റ്റിലൂടെ മനസ്സിലാക്കാൻ കഴിയും. എല്ലാം മെഷർമെൻറ്റിലൂടെയാണ്. അപ്പോൾ തിരിച്ച് പഴയ ഫേസ് കിട്ടിയില്ലെങ്കിൽ രോഗി പിന്നെ തീർച്ചയായിട്ടും പ്രശ്നം ഉണ്ടാക്കും അല്ലേ. പ്രത്യേകിച്ച് പിന്നെ ഈ പ്രൊഫഷണൽ മീഡിയ ഫീൽഡിലൊക്കെ നിൽക്കുന്നവർക്ക് അവരുടെ സംബന്ധിച്ച് അവരുടെ മുഖത്തിൻ്റെ ഷേപ്പ്
അതേപോലെ തന്നെ ഭാവങ്ങളെല്ലാം വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ അങ്ങനെ തിരിച്ച് എങ്ങനെ റെസ്റ്റോർ ചെയ്യാൻ, എങ്ങനെ മെഷർ ചെയ്യാം, അതായിരുന്നു. അപ്പം അതൊരു നല്ല പ്രോജക്റ്റായിരുന്നു. പിന്നെ ഉള്ള വേറൊരു പേറ്റൻ്റ് എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിറ്റി ഡെന്റിസ്ട്രിയിൽ നമ്മുടെ ഇപ്പം വലിയ ഗ്രാമങ്ങളിലൊക്കെ പോയി, അവിടെയും ഗ്രാമങ്ങളും ആദിവാസികളൊക്കെ ഉണ്ട്, അവരൊക്കെ വെൽ പ്രൊട്ടക്റ്റഡ് ആണ്. അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഡോക്ടറിനെ വായിക്കകത്ത് ടോർച്ച് അടിച്ചാണ് നോക്കുന്നത്. അപ്പോൾ ഡോക്ടർ ഒരു കൈ കൊണ്ട് ടോർച്ച് അടിക്കണം, അടുത്ത കൈ കൊണ്ട് ഈ എന്തെങ്കിലും പിന്നെ ചെറിയ നോക്കുന്ന സെർച്ച് ചെയ്യുന്ന സാധനങ്ങളുണ്ട്, അത് ഉപയോഗിക്കണം. അതിൻ്റെ ഇടയ്ക്ക് പേഷ്യൻ്റ് ഇങ്ങനെ മാറ്റി കഴിഞ്ഞാൽ ഒന്നും ചെയ്യാൻ പറ്റില്ല, തല മുരുമി. അന്ന് ഈ സ്പീച്ച് ടെക്നോളജി അത്ര ഡെവലപ്പ് ചെയ്തിട്ടില്ല. അപ്പോൾ സ്പീച്ച് ഉപയോഗിച്ച് വർക്ക് ചെയ്യുന്ന ഒരു ഹെഡ് ലൈറ്റ് അന്ന് നമ്മൾ കണ്ടുപിടിച്ചു. അതിന് യൂട്ടിലിറ്റി പേറ്റൻ്റ് എന്നാണ്, അതൊരു പുതിയ ഇൻവെൻഷൻ അല്ല. അപ്പോൾ അത് ഉപയോഗിച്ച് ഡോക്ടറിന് ഒരു കൈ ഫ്രീ ആകാം, 2 ഇൻസ്ട്രുമെൻ്റ് യൂസ് ചെയ്യാൻ കഴിയും. അങ്ങനെയുള്ള ഒരു പ്രോജക്റ്റായിരുന്നു. അപ്പോൾ ഇങ്ങനെ ഇതുമായിട്ട് ബന്ധപ്പെട്ട 2-3 ഇൻവെൻഷൻസ് ആണ് നടത്തിയത്. അത് രസകരമാണിത്. ഇത് നമ്മൾ എക്സ്പ്ലോർ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക്, പ്രത്യേകിച്ച് അധ്യാപകർക്ക് പഠിക്കാനും അതേപോലെ തന്നെ രസകരമായി എക്സ്പ്ലോർ ചെയ്യാനും പറ്റിയൊരു ഫീൽഡാണ് ഈ മെഡിസിൻ. പക്ഷെ അതേസമയം വേറെ പ്രശ്നങ്ങളൊക്കെ അതിൻ്റെ അകത്തുണ്ട്. നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റാത്ത ഇഷ്ടം പോലെ, ഒരു നമ്മുടെ 4 പേറ്റൻ്റ് എടുത്തെങ്കിൽ 50ഓളം പ്രോബ്ലം നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റാത്ത മറ്റ് സൈഡുകളുണ്ട്, മറ്റ് സ്ഥലങ്ങളിൽ കിട്ടിയിട്ടുണ്ട്. അതൊന്നും പരിഹരിക്കാനൊന്നും പറ്റിയിട്ടില്ല. ഇപ്പോഴും അതിൻ്റെ വർക്കൊക്കെ മുന്നോട്ട് പോകുന്നുണ്ട്. സാറ് അധ്യാപന മേഖലയിലെ അനുഭവങ്ങളും ഓർമ്മകളും ഒക്കെ നമ്മളുമായിട്ട് പങ്കുവച്ചു. അപ്പോൾ ഒരു അധ്യാപകൻ എന്ന നിലയിൽ ഇന്നത്തെ തലമുറയിലെ വിദ്യാർത്ഥികൾക്ക് നൽകാനുള്ള ഒരു സന്ദേശം എന്താണ് സാറിന്? തീർച്ചയായിട്ടും അധ്യാപനമായിട്ട് ബന്ധപ്പെട്ടൊന്നും പറയാനില്ല. എന്താണോ താല്പര്യമുള്ളത്. അധ്യാപനം എന്ന് പറഞ്ഞാൽ എല്ലാവരുടെയും ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണ്. നമ്മൾ പല അവസരങ്ങളിലും അത് അധ്യാപകനായിട്ട് മാറേണ്ടി വരും. അധ്യാപനം എന്ന് പറയുന്നത് ഈ കാലഘട്ടത്തിൽ ഒരു പ്രൊഫഷനായിട്ട് എടുക്കാൻ കഴിയുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രയാസമാണ്. കാരണം ഇന്ന് എല്ലാവർക്കും അറിയാം, ഇന്ന് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസും അതുമായിട്ട് ബന്ധപ്പെട്ട ടൂൾസ് അധ്യാപകരെക്കാളും മികച്ച ജോലിയാണ് ചെയ്യുന്നത്. അപ്പോൾ അധ്യാപകനെന്ന് പറഞ്ഞിട്ട് പ്രത്യേകിച്ച് ഒരു അധ്യാപനം എന്ന് പറഞ്ഞൊരു പ്രത്യേകിച്ച് പ്രസക്തി ഉണ്ടെന്ന് തോന്നുന്നില്ല. പക്ഷേ എല്ലാ പ്രൊഫഷനിലും ഒരു അധ്യാപകൻ്റെ റോൾ അതിൻ്റെ അകത്ത് അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് അധ്യാപനം എന്ന് വെച്ചുകൊണ്ട് ഒരു പ്രൊഫഷൻ ചൂസ് ചെയ്യേണ്ട കാര്യമില്ല. നിങ്ങളുടെ എന്താണോ പാഷൻ അത് ഫോളോ ചെയ്യുക. തീർച്ചയായിട്ടും നമുക്ക് സന്തോഷമായിട്ട് ജീവിക്കാം. സാർ തിരക്കിലാണെന്നറിയാം. കുറഞ്ഞ ഒരു സമയത്തേക്ക് വേണ്ടിയിട്ട് വയനാട്ടിലേക്ക് എത്തിയതാണ്. എങ്കിലും ഈ തിരക്കിനിടയിലും ഈ പണിയ ഭാഷയിൽ നിർമ്മിക്കുന്ന ആ ഒരു നിഘണ്ടുവിനെക്കുറിച്ചും ഒരധ്യാപകൻ എന്നതിലുപരി സാറ് നടത്തിയ ഗവേഷണങ്ങളെക്കുറിച്ചും സാറിൻ്റെ അധ്യാപന മേഖലയിലെ അനുഭവങ്ങളെക്കുറിച്ചും ഒക്കെ ഞങ്ങളോട് പങ്കുവച്ചു. ഏറെ സന്തോഷം. റേഡിയോ മാറ്റുലിയിലെത്തി ഇത്രയും നേരം ഞങ്ങളുടെ ശ്രോതാക്കളുമായി സംവദിച്ചതിലുള്ള നന്ദി ഏറെ സ്നേഹത്തോടെ അറിയിക്കുകയാണ്. ഭാവിയിൽ സാറ് ചെയ്യാൻ പോകുന്ന എല്ലാ പ്രവർത്തനങ്ങൾക്കുമുള്ള ആശംസകളും അറിയിക്കുന്നു. ഓടത്തുടങ്ക നമ്മ യാത്ര. കാളൻ മെമ്മോറിയൽ സ്റ്റഡി സെന്റർ ഫോർ ട്രൈബൽ അഡ്വാൻസ്മെന്റ് ആൻഡ് കമ്മ്യൂണിറ്റി എൻഗേജ്മെന്റ് പ്രോഗ്രാമിന്റെ ഭാഗമായി പണിയ ഭാഷയിലെ വാക്കുകൾ ഉൾപ്പെടുന്ന ഡിക്ഷണറി തയ്യാറാക്കുന്നതിന് നേതൃത്വം നൽകുന്ന അധ്യാപകൻ ഗിരീഷ് കുമാറുമായി പ്രജിഷ രാജേഷ് നടത്തിയ അഭിമുഖത്തിന്റെ അവസാന ഭാഗമായിരുന്നു ശ്രോതാക്കൾ കേട്ടത്. ഓടത്തുടങ്ക നമ്മ യാത്ര. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ മാറ്റുലി 90.4. കേൾക്കൂ, ആസ്വദിക്കൂ, അറിവ് നേടൂ. റേഡിയോ മാറ്റുലി, മാറ്റത്തിന്റെ ശംഖുലി.